ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പ്രാണിക്കൊടി എന്ന മനോഹരമായ പ്ലേസിലേക്കാണ്. കായലിന്റെ നടുവിലാണ് എന്നാണ് കേട്ട് കേൾവി. സോ നമുക്ക് അവിടെ പോയി അടിപൊളിയായിട്ടുള്ള എൻജോയ്മെന്റ്, നല്ല അടിപൊളി എൻജോയ്മെന്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചു പോകുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് സാമ്പ്രാണിക്കോടിയിലെത്തി. അപ്പോ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പയ്യെ നടക്കുവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച ആയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടെന്ന്. നല്ല വെയിലുണ്ട്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി ബോട്ട് കയറി വേണം അങ്ങോട്ടേക്ക് പോവാൻ. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. വേണ്ടെന്നോ ഇത്ര തിരക്ക് എനിക്കറിയില്ല. കണ്ടോ? അവിടെ ഒത്തിരി പേര് ബോട്ടിങ്. അറ്റത്ത് ഐലൻഡ് ഉണ്ട്, അങ്ങോട്ടേക്കാ പോകുന്നേ. ഒത്തിരി പേര് ബോട്ടിങ്ങിനൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. നല്ല തിരക്കുണ്ട്. ഇപ്പൊ മോനും അവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. അതുവഴിയാണ് ബോട്ടിലേക്ക് കയറുന്ന വഴി അതാണ്. സോ ഇപ്പൊ ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര തിരക്കല്ല, എങ്കിലും ഭയങ്കര ലാഗാൻ തോന്നുന്നു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ കാണും. അതിനകത്ത് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. 1:30 to 1:45 ലഞ്ച് ബ്രേക്കിനകത്ത് പറയുന്നത്. പിന്നെ അത് പറയുന്ന അനുസരിച്ച് 5 വയസ്സിന് മീതെ വരുന്ന കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 150 രൂപ. ഞങ്ങളിപ്പോ 4 പേരുണ്ട്. ഇപ്പോ കണ്ടോ, തിരക്കുണ്ട് ബോട്ടിലേക്ക് കയറാനായിട്ട്. ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. മോനും ഇപ്പൊ നേരത്തെ നടന്നോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇതേ ബോട്ടിൽ കയറി യാത്ര തുടരുകയാണ്. ഒരു ബോട്ടിൽ 8 പേര്. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് കയറി. ബാക്കിയുള്ള 4 പേര് വേറെ ഫാമിലി കയറി. അങ്ങനെ ദേ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ടോ, ഒരുപാട് ബോട്ടുണ്ട്. ഒരുപാടുണ്ട് ഇവിടെ. ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ടിക്കറ്റ് സൂക്ഷിച്ചു പോയി. അവിടെയാണല്ലേ ലൈവ്. ഞങ്ങളെ ഇവിടെ ഇറക്കി വിടും. ഇപ്പം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ
വെള്ളത്തിലുള്ള നീന്തലാണ് പരിപാടി. അധികം ആഴമൊന്നുമില്ല. ആ അതെ, ഉപ്പിലിട്ടതൊക്കെ വെച്ചിട്ടുണ്ട്. ലൈവ് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാ ബോട്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതിൽ തന്നെ റിട്ടേൺ അപ്പുറത്തോട്ട് എത്തിക്കും. ഇത് ഇവിടം വരെ ഉള്ളൂ. എല്ലാവരും ഇവിടാണ് തമ്പടിച്ചേക്കുന്നത്. എത്ര മിനിറ്റ് എടുത്തു? 2 മിനിറ്റാ 3 മിനിറ്റാ? ഇത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. അതെ, അവിടെ നിന്നാണ് ബോട്ടിൽ കയറുന്നത്. തിരിച്ച് റിട്ടേൺ കയറുക. ഇറക്കുന്നത് അവിടെ തന്നെ. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയും കണ്ടു. 150 രൂപ ടിക്കറ്റ് എടുത്ത് സാമ്പ്രാണിക്കൊടിയിലെ അടിച്ചു പൊളിക്കുകയാണ്. ചേട്ടനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഒത്തിരി തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പൊ അമ്മയും മോനൊക്കെ കഴിക്കുവാണ്. അപ്പൊ ഈ ചേച്ചി രാവിലെ 9 തൊട്ട് നേരം 5 മണി 5:30 വരെ ചേച്ചി ഇവിടെ ഉണ്ടാവും. രാവിലെ ഒന്ന് ഇവിടെ തന്നെ നിന്ന ഫുഡൊക്കെ ഇവിടെ തന്നെയാന്ന് പറയുന്നത്. അമ്മയും മോനും കൂടെ നല്ല കനത്ത പൊളിക്കണം. എനിക്ക് തരാണ്ട കഴിക്കുന്നേ അല്ലേട്ടോ. ഞാൻ ഓരോ വായി കിടക്കുന്ന സൗണ്ട് ചിലപ്പോ കേൾക്കുന്നുണ്ടാവും. ഞാൻ രണ്ടെണ്ണം അടുത്തേക്ക് മാറി നിന്നു. മോനും അമ്മയും കൂടെ നല്ല പോളിങ്ങാ. അല്ലട്ടോ ഇവിടെ എന്നെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിച്ചോണ്ടിരിക്ക. അപ്പൊ തണ്ണിമത്തം കഴിഞ്ഞു, മാങ്ങ കഴിഞ്ഞു. ദേ ഇനി അടുത്ത് പൈനാപ്പിളും കൊണ്ട് വന്നേക്കാട്ടാ. എല്ലാം ട്രൈ ചെയ്തിട്ട് പോയാൽ മതി എന്നോട് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ അവിടുന്ന് എല്ലാം ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. സോ നമ്മളെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ നല്ല പൊളിങ്ങ കാണുന്ന പോലെ ഒന്നല്ല. ഏ അടുത്തത് കഴിഞ്ഞു, പൈനാപ്പിളും തീർത്തു. അടുത്തത് കൊടംമോര് ട്രൈ ചെയ്യുവാണ് ഇവിടുത്തെ. എല്ലാം ട്രൈ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറയുന്നേ. എന്നാ ആക്ടിങ്ങാ നോക്കി. എരിവുണ്ടമ്മേ? ഇപ്പൊ നല്ല എരിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ അവിടെ നിന്ന് എരി ഇടുന്നുണ്ട്.